ഇന്ത്യ തൊട്ടറിയാനുള്ള എൻ്റെ യാത്രയുടെ ആരംഭമായി ആദ്യമേ നമ്മൾ ഇന്ത്യ ഗേറ്റാണ് കാണാൻ വേണ്ടി പോകുന്നത്. അതിനായി നമ്മുടെ ഈ രണ്ടാം ഭാഗത്തിലൂടെ ആരംഭിക്കുകയാണ്. നമ്മൾ പണിക്കേഴ്സ് ട്രാവലിലാണ് എത്തിയിട്ടുള്ളത്. ഇവിടെ നിന്ന് കുറച്ച് വീഡിയോസ് ഷോർട്സൊക്കെ എടുത്തു. അതിനുശേഷം നമ്മൾ മൂവ് ചെയ്യാൻ പോകുന്ന ഇന്ത്യ ഗേറ്റിലേക്കാണ്. അതിനുവേണ്ടി നമ്മൾ ഇവിടെ നിന്ന് നിങ്ങൾ ചെയ്യേണ്ട മെയിൻ കാര്യം, ഇവിടെ വരുമ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് ഡയറക്റ്റ് ഹോട്ടൽ ബുക്ക് ചെയ്തിരിക്കുക. ഇവർ വഴി ചെയ്ത് കഴിഞ്ഞാൽ 1000 രൂപയ്ക്ക് എക്സ്ട്രാ ആവും. അത് നമുക്ക് പറ്റിയൊരു പണിയാണ്. അത് നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് ഇതിൽ ഷെയർ ചെയ്യുന്നത്. നല്ല റൂമൊക്കെ കിട്ടി. ഡയറക്റ്റ് എടുക്കുന്നതായിരിക്കും റൂം നമ്മളിപ്പോൾ എടുക്കുന്നത്. ബെറ്റർ ഓൺലൈൻ ചെയ്യാം. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചു. ഇഡലിയും ചായയൊക്കെ കുടിച്ചു. ഞാൻ പിന്നെ ഇങ്ങനെ പോകുന്ന സ്ഥലത്ത് എല്ലാ സ്ഥലത്തും ഞാൻ ചായ കുടിക്കാറില്ല. ഓക്കെ, ഇഡലി ഓരോ ഇഡലിക്ക് 80 രൂപ വെച്ചായിട്ടുണ്ട്. അത്യാവശ്യം റേറ്റ് വ്യത്യാസമുണ്ട്. നമ്മൾ നോർമലി ഇവിടത്തേക്ക് അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ റേറ്റ് നോക്കിയിട്ട് നല്ല ഫുഡ് കഴിച്ചു. അതിനുശേഷം നമ്മൾ ഇവരുടെ യാത്ര ഇവരുടെ കൂടെയാണ് പോയത്. പോകുന്ന ഓരോ വഴിയിൽ ഇവരിങ്ങനെ കാര്യങ്ങൾ ഷെയർ ചെയ്ത് തരും. ഇത് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ഇതാണ്. അപ്പോൾ ഇത് ഓരോരുത്തരും ഇവർ കാര്യങ്ങൾ ഇതുപോലെ ഇവരിതുപോലെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ സൈഡിൽ കാണുന്നതെല്ലാം ഇവർ ഷെയർ ചെയ്താണ് പോകുന്നത്. ഓരോ കാര്യം അനൗൺസ് ചെയ്ത് ഗൈഡ് പറഞ്ഞു പോകും. അതിനുശേഷം നമ്മളിവിടെ കൊണ്ടുവരും ഒരു പ്ലേസിൽ ഇറക്കി. അവിടെ നിന്ന് ഗൈഡ് എല്ലാം നമ്മുടെ കൂടെ വരും. ഇവർ ഇത് ബുക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലായിട്ട് ഓരോ പ്ലേസിൽ പോയി കഴിഞ്ഞാൽ ഫോട്ടോ എടുത്ത് അവിടെ നിന്ന് സമയം പകുതിയും കളയാറുണ്ട്. ബട്ട് ഇവർ നമ്മൾ കറക്റ്റ് ടൈമിങ് അനുസരിച്ചുകൊണ്ട് നമ്മൾ ഓരോ പ്ലേസിൽ കൊണ്ടെത്തിക്കും. 600 രൂപയാണ് ഈ പാക്കേജിന് നമുക്കായത്. ഒരാൾക്ക് 600-700 രൂപ പല ടൈം അനുസരിച്ച് വേരിയേഷൻ ഉണ്ട്. അത് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് പോകുക. ഓൺലൈനാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്കത് അവിടെ നമ്മുടെ ഇന്ത്യ ഗേറ്റ് ഈസ് ദ ഫ്രണ്ട് ഓഫ് അസ്. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് ഇന്ത്യ ഗേറ്റ് ഇവിടെ നിന്ന് കാണുന്നു. അപ്പോൾ ഇത്രയും വലിയൊരു നിർമ്മിതിയും എല്ലാവരും ഒക്കെ പോകുന്നൊക്കെ പറയുന്നൊരു പ്ലേസിലേക്ക് എത്തിയപ്പോൾ റിയലി വല്ലാത്തൊരു ഫീലായിരുന്നു. അങ്ങനെ എൻ്റെ യാത്രയുടെ ആദ്യത്തെ ഒരു പ്ലേസാണത്. ഈ പ്ലേസിൽ നമുക്ക് മുന്നോട്ട് പോകുന്ന നമുക്ക് ഒത്തിരി കാര്യങ്ങളാണ്. ഞാൻ ഫ്രണ്ട്സോടൊക്കെ നമ്മളിങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇവിടുന്ന് ഫോട്ടോസ് സെക്ഷനൊക്കെ ഉണ്ട്. ഒത്തിരി ഫോട്ടോസൊക്കെ എടുത്തു. അതെല്ലാം ഇൻസ്റ്റാഗ്രാമിലും പലതിലും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്ത്യ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം അവിടെ നമുക്കൊരു സൈഡിൽ കുറച്ച് വാട്ടർഫാൾസ് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം നമുക്ക് ഒത്തിരി സമയമെടുത്ത് നമുക്ക് ഇതിൻ്റെ അതെല്ലാം കാണാൻ വേണ്ടിയുണ്ട്. ബട്ട് നമ്മൾ ഡയറക്റ്റായിട്ട് മെയിൻ പ്ലേസിലെത്തി. അവിടുത്തെ കുറച്ച് കാഴ്ചകളെല്ലാം കണ്ടു. കുറച്ച് ഷോർട്സൊക്കെ എടുക്കാനുള്ള കുറച്ച് ഷോർട്സ് എല്ലാം എടുത്തു. ഉടനെ അവിടെ നിന്ന് മൂവ് ചെയ്യുകയാണ്. അപ്പോൾ അതിന് വേണ്ടി അതിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ടുള്ള കുറച്ച് കലാപരിപാടികൾ എപ്പോഴും എടുക്കുന്ന കുറച്ച് ഷോർട്സുകൾ ഇതാ എൻ്റെ സൈഡിൽ നമ്മുടെ ഇന്ത്യ ഗേറ്റ്. ഓക്കെ, അപ്പോൾ ഇന്ത്യ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ടുള്ള നോർമലി നമ്മളെപ്പോഴും എടുക്കുന്ന കുറേ നല്ല ഷോർട്സൊക്കെ എടുത്തു. പിന്നെ ഇവിടെ വരുമ്പോൾ ഒരു മെയിൻ പ്രത്യേകത, നിങ്ങൾ മാക്സിമം രാവിലെ എത്തുക. ഏറ്റവും ഏർലി മോർണിംഗ് തന്നെ ഇവിടെ എത്തി ആദ്യം ഇത് വിസിറ്റ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണ് ഇത്. നമുക്ക് ഞാൻ എത്തിയ ടൈമിൽ നല്ല ഫോഗി അറ്റ്മോസ്ഫിയറാണ്. കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. കുറച്ചും നല്ല കവർ ചെയ്യാൻ പറ്റും. പിന്നെ ഇന്ത്യ ഗേറ്റിന് മറ്റൊരു പ്രത്യേകത, ഇതിൻ്റെ ഈ വാൾസിലൊക്കെ വെച്ചിട്ടുള്ളത് നമ്മുടെ മിലിറ്ററിയിൽ നമുക്ക് ജവാന്മാരുടെയൊക്കെ പേരുകൾ അതിൽ കൊത്തി വെച്ചിട്ടുണ്ട്. അതാണ് അതിൽ അതിലുള്ള മെയിൻ പ്രത്യേകത. ഈ ഒരു ഇതിൽ ഒത്തിരി നെയിംസ് ഉണ്ട് അതിനകത്ത്. പിന്നെ തൊട്ടടുത്ത് നിന്നതിൻ്റെ ഫോട്ടോസ് ചിലപ്പോൾ എടുക്കാമല്ലോ അവർ പറയും. അല്പം ഡിസ്റ്റൻസ് നിന്ന് നമുക്ക് എടുക്കാം. അതൊക്കെ അത്യാവശ്യം ഒരു വലിയൊരു നിർമ്മിതിയാണ്. ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ഇതാണ്. അതിൻ്റെ ഒരു വല്ലാത്തൊരു എക്സൈറ്റ്മെൻ്റ് എല്ലാം ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഫോഗി അറ്റ്മോസ്ഫിയർ ആയതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ നല്ല രീതിയിൽ കവർ ചെയ്യാൻ പറ്റില്ല. അതൊരു വലിയൊരു പ്രോബ്ലം ആയിരുന്നു. മാക്സിമം നമ്മൾ നല്ല രാവിലെയാണ് ഇവിടെ എത്തിയത്. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. ബട്ട് മാക്സിമം രാവിലെ കവർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തിരക്ക് കുറയ്ക്കാൻ പറ്റും. അതാണ് ഒരു പ്രത്യേകത. പിന്നെ നമ്മൾ ഇനി അടുത്തൊരു പ്ലേസിലേക്ക് മൂവ് ചെയ്യാണ്. ഓക്കെ, അത് നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവരുടെ ഇതിലാണ് നമ്മൾ കുത്തബ്മിനാർ, റെഡ് ഫോർട്ട്, ഇവിടെ കാണാനുള്ള ലോട്ടസ് ടെമ്പിൾ, അങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം നമ്മൾ ഓരോ പാർട്ടായിട്ട് ചെയ്യും. അടുത്തൊരു പാർട്ടിലാണ് അത് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റേ ട്യൂൺ വിത്ത് അസ്. അപ്പോൾ നിങ്ങൾ തുടർന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. ഇതിൽ നമുക്ക് പണിക്കേഴ്സ് ട്രാവലിലാണ് നമ്മൾ ട്രാവൽ ചെയ്ത് ആ വണ്ടിയെല്ലാം നമ്മൾ കാണിക്കുന്നത്. ഇവിടുന്ന് കുറച്ച് ഫോട്ടോ സെക്ഷൻസ് ഒക്കെ കൂട്ടുകാരന്മാരെടുത്തു. ഓക്കെ, സ്റ്റേ ട്യൂൺ വിത്ത് അസ്. ദിസ് ഇസ് അരുൺ ഗോയിങ് ടു സൈനിങ് ഔട്ട്. ബൈ ബൈ. അടുത്ത ഭാഗത്ത് വീണ്ടും കാണാം. ബൈ.